അപ്പത്തെ ദിവ്യകാരുണ്യത്തെ കയറിക്കൊണ്ടവള് യാത്ര ചെയ്യുന്നു. ഈ പൗരോഹിത്യത്തിന്റെ നിത്യ പുരോഹിതനായ ഈശോയെ ഉള്ളിൽ കയറിക്കൊണ്ടവൾ യാത്ര ചെയ്യുന്നു. ഈ സ്നേഹത്തിന്റെ പൂർണ്ണിമയെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടവരെയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു വർണ്ണനയാണത്. തനിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു വിശേഷണമായിട്ടാണ് ഞാനിതിനെ കാണുക. പുറപ്പാടിന്റെ പുസ്തകം 3 നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. പറയുന്നു, പുതിയ നിയമത്തിലെ എലിയാത്ത മുൾച്ചെടി പരിശുദ്ധ അമ്മയാണ്. ഇതിനർത്ഥമുണ്ട്, ആഴമുണ്ട്. അവൾ കത്തി എരിഞ്ഞിട്ടും ചാമ്പലായി പോകാത്ത ഒരു വ്യക്തിത്വമാണ്. എന്താണ് അതിനർത്ഥം? അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനത്തിന്റെ തീച്ചൂടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ആ തീച്ചൂളയിൽ അവർ കത്തി എരിയുകയായിരുന്നു. തന്റെ വിവാഹ നിശ്ചയവും ഗർഭധാരണവും ഒക്കെ അപമാനത്തിലേക്ക് നയിക്കുന്ന ഒരു തീച്ചൂള ആദ്യമേ നമുക്കറിയാം. വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയാകുക യഹൂദ നിയമത്തിന് വിരുദ്ധമാണ്, ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. അഗ്നി അവിടെ തുടങ്ങി. കന്യകയായിരിക്കുമ്പോൾ ഗർഭിണിയാകണമെന്നുള്ള ദൈവത്തിന്റെ നിശ്ചയം വീണ്ടും അവളിൽ ഉണ്ടാകുമ്പോൾ അതും അഗ്നിയുടെ അനുഭവമാണ് നൽകുക. ബേത്ലഹേമിലെ പ്രസവിക്കാൻ ഇടം കിട്ടാത്തത് അഗ്നിയുടെ അനുഭവമാണ്. രാത്രിയിൽ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നത് തീച്ചൂളയുടെ അനുഭവമാണ്. എരിയാത്ത മുൾച്ചെടി, മുകളിൽ അഗ്നി പ്രകാശിച്ചു നിൽക്കുന്നു, പക്ഷേ അവൾ തകർന്നില്ല. സഹനത്തിൽ വിശ്വസ്തയായി അവൾ ജീവിച്ചു.